റവന്യൂ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചാനലായ സഫാരി ചാനലിൻ്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. സഫാരി ചാനലിൻ്റെ റവന്യൂ മോഡൽ എന്താണ്, എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരുപാട് പേർക്ക് അത് ഓൾറെഡി അറിയായിരിക്കും, പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. സന്തോഷ് ജോർജ് കുളങ്ങര അത് എങ്ങനെയാണ് സഫാരി ചാനലിൻ്റെ റവന്യൂ മോഡൽ എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൻ്റെ റവന്യൂ മോഡലും വരുമാനം എത്ര എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സാധാരണ ന്യൂസ് ചാനലുകാരും അല്ലെങ്കിൽ TV ചാനലുകാരും എങ്ങനെയാണ് അവർ പണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗ്ഗം എന്താണെന്നുള്ളത് എല്ലാവർക്കും സാധാരണ അറിയായിരിക്കും. അവർ ഒരുപാട് പ്രോഗ്രാമുകൾ ടെലികാസ്റ്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് പല പല കമ്പനികളുടെ പല പല ബിസിനസ്സുകളുടെ പരസ്യമുണ്ടാവും. ആ പരസ്യത്തിൽ നിന്നാണ് അവർ വരുമാനം ഉണ്ടാകുന്നത്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഫാരി ചാനലിൽ പരസ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ സന്തോഷ് ജോർജ് കുളങ്ങരയോട് നിങ്ങളെങ്ങനെയാണ് ഈ പരസ്യമില്ലാത്ത ചാനൽ ഓടിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറ്. പക്ഷേ ഇതിൻ്റെ ബിസിനസ് മോഡൽ, സഫാരി ചാനലിൻ്റെ ബിസിനസ് മോഡലും വളരെ സിമ്പിളാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒരു ബിസിനസ് മോഡൽ തന്നെയാണ്. ബാക്കിയുള്ള ചാനലും സഫാരി ചാനലും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, ബാക്കി എല്ലാ ചാനലുകാരും വേറെ കമ്പനികളുടെയും വേറെ ബ്രാൻഡിൻ്റെയും പരസ്യം അവരുടെ ചാനലിൽ കാണിക്കുന്നു, എന്നിട്ട് അതിന് ഒരു തുക ഈടാക്കുന്നു. അതാണ് അവരുടെ ഒരു വരുമാന മാർഗ്ഗം. സഫാരി ചാനലിട്ട് വരുമ്പോൾ സഫാരി ചാനൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ പ്രോഡക്റ്റിൻ്റെ പരസ്യം അവരുടെ ചാനലിൽ കാണിക്കുന്നു. അവർ വേറെ പുറത്ത് ഒരു ബ്രാൻഡിൻ്റെയോ പുറത്ത് കമ്പനികളുടെയോ പരസ്യം കാണിക്കാതെ തന്നെ അവർക്ക് തന്നെയുള്ള പ്രോഡക്റ്റുകളുടെയും സർവീസുകളുടെയും പരസ്യം ചാനലിൽ കാണിക്കുന്നു. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു. ഒരു ക്രോസ് സെല്ലിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനൊരു ടൈമിനെ നമുക്ക് വിളിക്കാം. അങ്ങനെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. അവരുടെ തന്നെ പ്രോഡക്റ്റുകൾ വിറ്റ്, ആ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഒരുമാതിരിപ്പെട്ടതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ സഫാരി ചാനൽ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ളതാണ്, ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. സഫാരി ചാനലിൻ്റെ യൂട്യൂബും സഫാരി TV ചാനലെല്ലാം അതിൽ നമ്മൾ കൂടുതലും കാണാറ് സഞ്ചാരത്തിൻ്റെ വീഡിയോസാണ്. പല രാജ്യങ്ങളിലുള്ള വീഡിയോസ്, നമ്മുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, അതുപോലെ തന്നെ പല ലെജൻഡറി ആൾക്കാരുടെ ബയോഗ്രഫിയെ പറ്റിയുള്ള വീഡിയോസ്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ സഫാരി ചാനലിൽ കാണാറുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പെയ്ഡ് വെർഷനും സഫാരി വിൽക്കുന്നുണ്ട്. സഫാരിയുടെ TV ചാനലും യൂട്യൂബ് ചാനലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സഞ്ചാരത്തിൻ്റെ ഒരുപാട് വീഡിയോസ് കാണാം. പക്ഷേ ആ വീഡിയോസ് ഒന്നും ഫുള്ളി ഉണ്ടാവില്ല. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമായിരിക്കും അതിൽ കാണിക്കുക, പാർഷ്യലി ആയിരിക്കും കാണിക്കുക. ഫുള്ളി വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ ഒരു DVD മേടിക്കുകയോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള വീഡിയോ കാശ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യണം. ഇതാണ് സഫാരിയുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. DVDയുടെ ഒരു റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000 തൊട്ട് ഒരു 4000 വരെയാണ് DVDയുടെ റേറ്റ്. വീഡിയോ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ എല്ലാത്തിൻ്റെയും പ്രൈസ് എന്ന് പറഞ്ഞ് 699 രൂപയാണ്. വീഡിയോയുടെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആവറേജ് ലെങ്ത്ത് എന്ന് പറഞ്ഞത് 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂറിന് ഇടയിലാണ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിൻ്റെയും ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ആരായിരിക്കും ഇത് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുക? ചിലപ്പോൾ കുറച്ച് ആൾക്കാർ മേടിക്കുന്നുണ്ടാവും. അത്രയും മേടിച്ച് കഴിഞ്ഞാൽ കമ്പനി റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും വരാം. അപ്പോൾ ഇത് ആരായിരിക്കും ഇതിൻ്റെ കസ്റ്റമേഴ്സ് എന്നുള്ളത് നോക്കുന്നിടത്താണ് ഇതിൻ്റെ ഒരു റവന്യൂ മോഡൽ നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ മനസ്സിലാവുക. ഇപ്പം നമ്മൾ നമ്മുടെ സ്കൂളുകളിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ കോളേജുകളും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത്തരം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടൊരു പ്രത്യേക ഫണ്ടുണ്ട്, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ. അപ്പോൾ ഈ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും എല്ലാം ഈ ഫണ്ട് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഇത്തരം വീഡിയോസ് കാര്യങ്ങളെല്ലാം അവർ മേടിക്കാറുണ്ട്. ഇപ്പം ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളാണ്. എൻ്റെ സ്കൂളിൽ ആ ഒരു ടൈമിൽ സഞ്ചാരത്തിൻ്റെ ആ സമയത്ത് കാസറ്റും CDസും ഒക്കെ ഉണ്ടായിരുന്നു. അത് അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് വന്ന് ഗവൺമെൻറ് സ്കൂളിലൊക്കെ TV കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വന്ന ഒരു കാര്യമായിരുന്നു നാഷണൽ ജിയോഗ്രഫിയുടെ പ്രോഗ്രാമും അല്ലെങ്കിൽ ഡിസ്കവറിയുടെ പ്രോഗ്രാമൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നത് സഫാരിയുടെ അല്ലെങ്കിൽ സഞ്ചാരത്തിൻ്റെ കാസറ്റുകളും CDകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമാണ്. അങ്ങനെ കൂടുതലും ആയിക്കഴിഞ്ഞാൽ ഇത് ഇൻഡിവിജ്വൽ ആൾക്കാരെക്കാളും കൂടുതലായിട്ട് സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളുമാണ് ഈ വീഡിയോകൾ മേടിക്കുന്നത്, വീഡിയോയുടെ DVDയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റോ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഇതേപോലെ മേടിക്കാനായിട്ട് ഒരു സ്കൂളുകളുടെ എണ്ണം എടുത്താൽ, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളുടെ മാത്രം എണ്ണം എടുത്താൽ അല്ലെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂളുകളുടെ മാത്രം എണ്ണം എടുത്താൽ തന്നെ അത്രയും നമ്പർ കേരളത്തിലുണ്ട്.
അപ്പോൾ ഇവർക്കൊക്കെ അതിനായിട്ടൊരു ഫണ്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോകൾ കുട്ടികളെ കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. ഒരു അധ്യാപകൻ ഒരു 5-6 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ആഴ്ചയോളം ക്ലാസ് എടുക്കുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഈ സഫാരി ചാനലിൻ്റെ ഈ ചരിത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദേശത്തെ പറ്റിയുള്ള വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഇത് സ്റ്റഡി പർപ്പസിനും വളരെ യൂസ്ഫുള്ളായിട്ട് കാര്യമാണ്. കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുകയും ചെയ്യും, വിഷ്വലി കാണുകയും ചെയ്യുന്നതുകൊണ്ട് അത് എളുപ്പവും മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സഫാരി ചാനൽ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് സ്കൂളുകൾ ഉൾപ്പെടെ കോളേജുകൾ ഉൾപ്പെടെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇതിൻ്റെ ഒരു മെയിൻ കസ്റ്റമർ. അതുപോലെ തന്നെ പല ഗവൺമെൻറ് ഓർഗനൈസേഷനും ഇത് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല ഓർഗനൈസേഷനുകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചരിത്രപരവുമായിട്ട് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് കാര്യങ്ങളെല്ലാം നടത്തുന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള അങ്ങനത്തെയുള്ള ഓർഗനൈസേഷനുകളും ഇത്തരം വീഡിയോസുകളും DVD-കളും മേടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് എല്ലാം ഒരു ഇൻ്റർനാഷണൽ ഫോർമാറ്റോ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ അപ്പീലോ ഉള്ളതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് മേടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തന്നെ വലിയൊരു നെറ്റ്വർക്കാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത്രയും ഒരു വൈഡ് കസ്റ്റമർ ഉണ്ടെന്ന് തോന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിളാണ്. അതുപോലെ തന്നെ ഈ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടാതെ തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാം ഇത്തരത്തിലുള്ള വീഡിയോസ് വളരെ പ്രയോജനപ്പെടും. അവരുടെ സ്റ്റഡി പർപ്പസിനും അല്ലെങ്കിൽ അവരുടെ റിസർച്ച് പർപ്പസിനും പ്രയോജനപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റുഡൻസും അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ഈ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ഈ സഫാരി ചാനലിൻ്റെ വീഡിയോസിൻ്റെയും DVD-യുടെയും കസ്റ്റമർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള കസ്റ്റമർ ബേസിൽ നിന്നും റവന്യൂ സഫാരിക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സഫാരിയുടെ വേറൊരു റവന്യൂ മോഡൽ എന്ന് പറയുന്നത് ബുക്കുകൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സഫാരി ചാനലിൽ നോക്കിയാൽ തന്നെ ബുക്കുകളുടെ ഒരു സെക്ഷൻ കാണാം. അതിൽ ഒരുപാട് ചരിത്രപരമായ ബുക്കുകൾ, ലെജൻഡറി ആൾക്കാരുടെ ബയോഗ്രഫി, അങ്ങനെയുള്ള ഒരുപാട് ബുക്കുകൾ കാണാം. അതിൽ നമ്മുടെ മഹാത്മാഗാന്ധി, സച്ചിൻ ടെണ്ടുൽക്കർ, ചാർലി ചാപ്ലിൻ, സ്റ്റീവ് ജോബ്, അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ, അങ്ങനെയുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെയൊക്കെ ബയോഗ്രഫിയുള്ള ബുക്കുകൾ കാണാം. അപ്പോൾ അതും ഒരു റവന്യൂ സോഴ്സാണ് സഫാരി ചാനലിന്. ഇനി നമുക്ക് സഫാരിയുടെ കമ്പനി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സഫാരിയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞത് സഫാരി മൾട്ടിമീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. സഫാരി മൾട്ടിമീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന് 2 ഡയറക്ടേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തെ ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങരയും രണ്ടാമത്തെ ഡയറക്ടർ സോൺസി ജോർജ് കുളങ്ങരയുമാണ്. ഇതിൽ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് മാനേജിംഗ് ഡയറക്ടർ. 93% ഷെയർ ഹോൾഡ് ചെയ്യുന്നതും സന്തോഷ് ജോർജ് കുളങ്ങര തന്നെയാണ്. ഇനി നമുക്ക് സഫാരി മൾട്ടിമീഡിയയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2021 ഫിനാൻഷ്യൽ ഇയറിലെയും 2022 ഫിനാൻഷ്യൽ ഇയറിലെയാണ്. 2024 ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. അത് ഒക്ടോബറിലോ അല്ലെങ്കിൽ നവംബറിലോ ആയിരിക്കും അവൈലബിൾ ആവുക. അപ്പോൾ അത് അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മൾ 2023-ലെയും 2024-ലെയും 2 വർഷത്തെയും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് 2021-ലെയും 2022-ലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഗ്രസ് ആയിട്ട് കിട്ടും. 2021-ലെ റവന്യൂ എത്ര, 2022-ലെ എത്ര, 2023-ലെ എത്ര, 2024-ലെ എത്ര. അപ്പോൾ നിങ്ങൾക്കൊരു 4 വർഷത്തെ റവന്യൂ അനാലിസിസും അല്ലെങ്കിൽ പ്രോഫിറ്റും ലോസും അങ്ങനെയുള്ള പ്രോഫിറ്റിന് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അത് ഒരു ഗ്രാഫ് പോലെ കമ്പനി ഗ്രോത്തിലാണോ പോയിക്കൊണ്ടിരിക്കണേ, പോവുകയാണെങ്കിൽ തന്നെ എത്ര % ഗ്രോത്ത് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 2021 ഫിനാൻഷ്യൽ ഇയറിൽ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത് 4,07,09,476 രൂപയാണ് കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അത് 2022-ലേക്ക് വന്നപ്പോൾ 1,05,69,338 രൂപയായിട്ട് കുറഞ്ഞു. ടാഞ്ചബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 2021 കാണിച്ചിരിക്കുന്നത് 4,01,72,554 രൂപയാണ് ടാഞ്ചബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. 2022 ടാഞ്ചബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 4,62,8,300 രൂപയാണ് ടാഞ്ചബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. സഫാരി ചാനലിൻ്റെ 2021 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് പറയുന്നത് 8,73,36,382 രൂപയാണ് 2021 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ. 8 കോടിക്ക് മേളിലാണ്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് പറയുന്നത് 10,40,18,338 രൂപയാണ് 2022 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ. 10 കോടിക്ക് മേളിലാണ് 2022 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് പറയുന്നത്. 2021 ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 7,05,34,891 രൂപയാണ് 2021 ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് 2022 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 5,39,86,991
78 രൂപയായിട്ട് കുറഞ്ഞു. ഏകദേശം 3 കോടിക്ക് അടുത്ത് 2022 ഫിനാൻഷ്യൽ ഇയറിൽ എക്സ്പെൻസ് കുറഞ്ഞു. അപ്പോൾ നമുക്കിനി പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. 2021 ഫിനാൻഷ്യൽ ഇയറിൽ സഫാരി ചാനലിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,31,35,995 രൂപയാണ് സഫാരി ചാനലിൻ്റെ 2021 പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 2022 ഫിനാൻഷ്യൽ ഇയറിൽ സഫാരി ചാനലിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,93,09,566 രൂപയാണ്. അതായത് സഫാരി ചാനൽ 2021 ഫിനാൻഷ്യൽ ഇയറിലും 22 ഫിനാൻഷ്യൽ ഇയറിലും പ്രോഫിറ്റാണ്. 2021 ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,30,00,000 സംതിങ് ആണ്. 2022 ആയപ്പോൾ ആ പ്രോഫിറ്റ് കൂടി 3,93,00,000 സംതിങ്ങിലേക്ക് എത്തി. നമ്മൾ സാധാരണ ഈ ചാനൽ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് സെലിബ്രിറ്റികളുടെയും അല്ലെങ്കിൽ ഫേമസ് ആയുള്ള ബ്രാൻഡുകളുടെയും ഒക്കെ ബിസിനസ് അനാലിസിസും അവരുടെ കേസ് സ്റ്റഡീസും അവരുടെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസിൽ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇത്തരം വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. പല സെലിബ്രിറ്റികളുടെയും വീഡിയോസും നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും കാണുക. അപ്പോൾ തന്നെ ഇതുപോലെ തരത്തെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.